പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമാതാവിന്റെ ജന്മതിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ 8 നോമ്പില് നമ്മൾ എടുത്തിട്ടുള്ള പ്രാശ്ചിത്ത പ്രവൃത്തികള്, ജപമാലകള്, പരിത്യാഗ പ്രവൃത്തികള്, അതെല്ലാം കൃപയായിട്ട് അമ്മ വഴി യേശുവിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ ഈ 8 നോമ്പ് തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുമെന്ന് അച്ഛൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മുടെ ജോൺ മരിയ വിയാനി പുണ്യവാളൻ, വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: പരിശുദ്ധ കന്യക ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാം, ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട്. തുടർന്ന് പറയാണ്, ദൈവത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും അതായത് പരിശുദ്ധമ്മയുടെ ജീവിതത്തിലെ സ്വർഗത്തെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാണ്. അതല്ലേ നമ്മളെ ഇന്നലെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച അക്യുറ്റസ് ആണെങ്കിലും ഫെസേറ്റി ആണെങ്കിലും ഒക്കെ അവർക്ക് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അത് മാത്രം. അത് ആർക്കതിൽ വേദനിച്ചാലും ശരി, യേശുവിനെ പ്രസാദിപ്പിക്കത്തക്ക വിധത്തിലൊരു ജീവിതം നയിക്കാൻ വേണ്ട ദൈവകൃപ നമുക്ക് എല്ലാവർക്കും സർവശക്തനായ കർത്താവ് യേശു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ 8 നോമ്പിന്റെ പൂർത്തീകരണത്തിൽ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തില് അമ്മയോട് ചേർന്ന് ഓരോ പ്രഭാതത്തിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഓരോ സായാഹ്നത്തിലും കുടുംബ പ്രാർത്ഥനയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അമ്മ വഴി കുറെ കൂടി യേശുവിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.